നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വിദേശ പഠനം, അതായത് ഓവർസീസ് എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇക്കാലത്ത് വളരെ മികച്ച അവസരങ്ങളുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. ഓർക്കുക, ലോകത്തിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികൾ, ഏറ്റവും അധികം സ്റ്റേ ബാക്ക് പോസ്റ്റ് സ്റ്റഡി ഓപ്പർച്യൂണിറ്റികളൊക്കെയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. മികച്ച ശമ്പളം, അത് പാർട്ട് ടൈം ജോലികൾക്കും പഠനശേഷമുള്ള ജോലികൾക്കും ഒക്കെ ഏറ്റവും മികച്ച ശമ്പളം നൽകുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. എന്നാൽ ഓസ്ട്രേലിയയിൽ പഠിക്കുവാനായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരല്പം എഫർട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെന്തൊക്കെയാണ്? എന്താണ് ഓസ്ട്രേലിയൻ പഠനത്തിൻ്റെ അഡ്വാൻറ്റേജ്? എങ്ങനെ ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് കഴിയും? അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എക്സ്പേർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓസ്ട്രേലിയയിലെ ഡിഗ്രി PG പഠനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന മലയാളികൾ, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് പറ്റുന്ന മികച്ച രാജ്യങ്ങളിലൊന്നാണ് ഇക്കാലത്ത് ഓസ്ട്രേലിയ എന്നുള്ളത്. ഒരുപക്ഷെ ഓസ്ട്രേലിയയിലെ ശമ്പളം പലരും കേട്ടിരിക്കാം. വളരെ ഉയർന്ന ശമ്പളം ജോലികൾക്ക് നൽകുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ അവസരങ്ങളിലേക്ക് എത്തണമെന്ന് നമ്മൾ ഇന്ത്യക്കാർ, മലയാളികൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. മികച്ച സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷനാണ് താനും. അപ്പോൾ ഈ ഓസ്ട്രേലിയയിലെ പഠന അവസരങ്ങൾ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, സുബലക്ഷ്മി. ഏതാണ്ട് 17ഓളം വർഷങ്ങളായിട്ട് ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റഡി ഓ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചി MG റോഡിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ സീനിയർ മാനേജർ എഡ്യൂക്കേഷൻ സർവീസസ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സുബലക്ഷ്മിയിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. സുബലക്ഷ്മി, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു. ഓക്കെ, നമ്മൾ ഓസ്ട്രേലിയൻ അവസരങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ഓസ്ട്രേലിയ പഠിക്കണം? ഓസ്ട്രേലിയയുടെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഒന്ന് സൂചിപ്പിക്കാമോ? ഓസ്ട്രേലിയയുടെ ബെനിഫിറ്റ് പറയുമ്പോൾ ഒന്ന് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, അതായത് ഹൈലി റാങ്ക്ഡ് ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഓസ്ട്രേലിയ 8 യൂണിവേഴ്സിറ്റീസ്, അത് ബീങ് റാങ്ക്ഡ് ആസ് G8 എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ്, 8 എണ്ണം ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവര് റിസർച്ച് ഇന്നോവേഷനിലായിക്കോട്ടെ, സ്റ്റഡീസിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് G8 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഈ QS റാങ്ക് ഒക്കെ എടുക്കുമ്പോൾ പല ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അതെ, ഹൈ ക്വാളിറ്റി ആണ് എഡ്യൂക്കേഷൻ വരുമ്പോൾ. പിന്നെ സ്റ്റുഡൻസ് മേജർലി ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, സ്റ്റേ ബാക്ക് എന്ന് നമ്മൾ പറയും. സ്റ്റേ ബാക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു രാജ്യം ഓസ്ട്രേലിയ ആണ്. അന്ന് പറയുമ്പോഴും എങ്ങനെയാണ് സ്റ്റേ ബാക്ക്, എത്ര വർഷമാണ് അതൊന്ന്? ബാച്ചിലേഴ്സിന് 2 to 3 years ആണ്, മാസ്റ്റേഴ്സിന് 3 to 5 years, അപ് ടു 5 years ഏരിയ നോക്കിയിട്ട്. ഓക്കെ, അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ അല്ലെങ്കിൽ കൂടുതൽ കിട്ടും പഠിക്കുന്നത്. അപ്പം 5 വർഷം വരെ സ്റ്റേ ബാക്ക് ലഭ്യമാകുന്ന ഒരു രാജ്യമാണ്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ? അത്രയും കാലത്ത് നമുക്ക് അവിടെ തുടരാം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വിസയിലേക്ക് എത്തി മറ്റ് അവസരങ്ങളിലേക്ക് എത്തും. അപ്പം ഒരു സ്റ്റേ ബാക്ക് നന്നായിട്ടുള്ളൊരു രാജ്യമാണ്. അതേപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ്? പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ഓപ്ഷൻസ്. പാർട്ട് ടൈം ഒരു 48 hours ഫോർട്ട്നൈറ്റ്ലി ഉണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ 20 hours വെച്ചിട്ടല്ലേ തരുന്നത് പാർട്ട് ടൈം കിട്ടുന്നത്. പെർ വീക്ക് 20 hours ആവുമ്പോൾ 48 hours ചെയ്യാനായിട്ട്. അതും ഞാൻ മനസ്സിലാക്കുന്നത് നല്ല വേജസ് അല്ലേ? മിനിമം വേജസ് അവരുടെ 23.10 ആണ് മിനിമം വേജസ് പറയുന്നത്, ഓസ്ട്രേലിയൻ ഡോളർ. അതുപോലെ തന്നെ ഒരു ആവറേജ് വേജ്, ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആവറേജ് വേജ് വരുമ്പോൾ ഒരു 30 to 34 AUDയുടെ അടുത്ത്, ഏകദേശം ഇവിടുത്തെ ഒരു 1250 രൂപ പെർ അവർ വേജസ് കിട്ടും, മിനിമം കിട്ടും. അപ്പോൾ ഒരു ആവറേജ് വേജസ് ഏകദേശം അത്രയും വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോഴും സ്റ്റുഡൻസിന് ഒരു വർഷം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 65,000 അടുത്ത് വരുന്നല്ലേ. ഇവിടുത്തെ ഒരു 35-38 ആ ഒരു റേഞ്ചിൽ കോസ്റ്റ് ഒരു വർഷം കിട്ടുന്നുണ്ട്. ശരി. ഇതൊക്കെ പറയുമെങ്കിലും ഓസ്ട്രേലിയയെ കുറിച്ചുള്ള ഒരു പരാതി കേൾക്കുന്നത് രണ്ട് കാര്യം. ഒന്ന്, അഡ്മിഷൻ കിട്ടാനായിട്ട്
അത്ര എളുപ്പമല്ല എന്നും, 2 ഓസ്ട്രേലിയ ഒരു കോസ്റ്റ്ലിയർ ഓപ്ഷനാണ് എന്നും പറയാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അഡ്മിഷൻ കിട്ടാനായിട്ട് ഡിഫിക്കൽട്ടി വരുന്നത് നമ്മളത് റൈറ്റ് ചോയ്സ് അല്ലെങ്കിൽ റൈറ്റ് യൂണിവേഴ്സിറ്റി അഡ്വൈസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. യൂണിവേഴ്സിറ്റിന്റെയും എൻട്രി റിക്വയർമെന്റും ഫൈനാൻഷ്യൽ റിക്വയർമെന്റും ഡിഫറെന്റ് ആണ്. അവരുടെ GS ജെനുവിൻ സ്റ്റുഡന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ അവരുടെ ഫൈനാൻഷ്യൽ റിക്വയർമെന്റും കുട്ടി ജെനുവിൻ ആണോ, അവരുടെ അക്കാഡമിക് റിക്വയർമെന്റ് മീറ്റപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അത് നമ്മൾ ഇപ്പോൾ ഏജൻസി മാത്രമല്ല, ഈ ഏജൻസീസ് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റീസ് ആണ് ചെക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുട്ടി എലിജിബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നത്. സോ ഒരു മിനിമം ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോർമലി യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കുട്ടിയുടെ ബാക്ക്ലോഗ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അവരുടെ ഫാമിലി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് ചെയ്യാതെ വരുമ്പോഴായിരിക്കും വിസയൊക്കെ കിട്ടാനായിട്ടുള്ള. വിസയ്ക്ക് അല്ലെങ്കിലും ഓസ്ട്രേലിയ നമുക്ക് അങ്ങനെ വിസ റിജക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഇത് പല വിധത്തിൽ നമ്മൾ അസസ് ചെയ്തിട്ടാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കാരണം ഒരു വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ ഇതിനെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും അല്ലെ, ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അതേപോലെ ഈ ഫീസ് പൊതുവെ കൂടുതലാണ് എന്ന് പറയുന്നു. ഫീസ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ഫീസ് ഉണ്ട്, പക്ഷേ അതിനേക്കാൾ ഉപരി അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാലറിയും കാര്യങ്ങളും ഇല്ല. ഫീസ് കൂടുതലാണെങ്കിൽ ഞാൻ അത് ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ വേൾഡിലെ തന്നെ ബെസ്റ്റ് പെയ്ഡ് രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. എങ്കിലും ഒരു ഫീസ് ഒക്കെ ഏകദേശം ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും, അതൊന്ന് സൂചിപ്പിക്കാം. ബാച്ചിലേഴ്സിന്റെ ഫീസ് ഒരു മോഡറേറ്റ് യൂണിവേഴ്സിറ്റി ആണ്, ഒരു 15 lakh ഓൺവേർഡ്സ് ആണ്. അതേസമയം ഇപ്പോൾ ഇത്തിരി ഒരു റാങ്ക്ഡ് അല്ലെങ്കിൽ ഒരു കുട്ടികൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എങ്കിൽ ഏകദേശം ഒരു 18, 19, 20 ആ ഒരു റേഞ്ചിലാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. പിന്നെ അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോഴ്സ് ടു കോഴ്സ്. ഓരോ കോഴ്സ് ഇപ്പൊ ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഫീസ് എപ്പോഴും കൂടുതലായിരിക്കും. കാരണം അവരുടെ ലോങ് ടേം ഷോർട്ടേജ് ഒക്യുപ്പേഷനിൽ വരുന്ന ഒരു കാര്യമാണ്. അതേസമയം ഇപ്പൊ ബിസിനസ് കോഴ്സസ്, അക്കൗണ്ടിങ് കോഴ്സസ് അങ്ങനത്തെ ആണെങ്കിൽ ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ഫീസ് ഉണ്ടെങ്കിൽ പോലും സ്റ്റുഡൻസിന് അതിനനുസരിച്ച് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 25 to 30% നോർമലി കുട്ടികൾക്ക് ഒരു മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു 65 to 70% ഒക്കെ ഉണ്ട് എങ്കിൽ നോർമലി യൂണിവേഴ്സിറ്റീസ് ഒരു 10% ഓൺവേർഡ്സ് ഉണ്ട് സ്കോളർഷിപ്പ്. 30% സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ 90% എബവ് ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അഡീഷണൽ 50% സ്കോളർഷിപ്പ്, എക്സലൻസ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ മെറിറ്റ് സ്കോളർഷിപ്പ്, എക്സലൻസ് സ്കോളർഷിപ്പ്, ഇന്റർനാഷണൽ ബേഴ്സ് പല കാറ്റഗറി ഉണ്ട്. ഇത് എടുക്കുന്നു എന്നുള്ളതിനെ അപ്പം സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി ഫീസ് കുറയും. പിന്നെ എന്ന് മാത്രമല്ല അത് കഴിഞ്ഞുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഈവൻ പാർട്ട് ടൈം ജോലികൾക്ക് പോലും കിട്ടുന്ന വേജസ് അല്ലേ, അതൊക്കെ വളരെ ഹൈ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും. അതിൻ്റെ അഡ്മിഷൻ ഇൻടേക്സ് ഒക്കെ ഏത് സമയത്തായിരിക്കും? മേജർലി വരുന്നതെന്ന് പറഞ്ഞാൽ മാർച്ചും ജൂലൈയും ആണ്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ നവംബർ ഒരു ഇൻടേക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ മേജർലി എല്ലാ പ്രോഗ്രാംസും ഇല്ല. ഇപ്പൊ ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫെബ്രുവരി മാത്രമേ ഇൻടേക്ക് ഉണ്ടാവുള്ളൂ, ജൂലൈ പോലും ഉണ്ടാവണം എന്നില്ല. അതേസമയം ഇപ്പൊ ബിസിനസ് കോഴ്സസ് അല്ലാതെയുള്ള കോഴ്സസ്, IT, ബിസിനസ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം 3 ഇൻടേക്കും അവൈലബിൾ ആയിരിക്കും. ഫെബ്രുവരി ഉണ്ടാവും, ജൂലൈ ഉണ്ടാവും, അതുപോലെ തന്നെ നവംബറും ഇൻടേക്സ് അവൈലബിൾ. ശരി. ഓക്കെ. അപ്പോൾ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പം സുബലക്ഷ്മി സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയ ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് അല്ലേ ഇക്കാലത്ത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമ്മളുടെ കമ്പനി ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ എല്ലാ കൺട്രീസും ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. കാരണം ആദ്യമേ വരുമ്പോൾ തന്നെ കുട്ടികളുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് ആണെങ്കിലും അക്കാഡമിക് മെറിറ്റ് സ്കോളർഷിപ്പ് ആണെങ്കിലും എത്രമാത്രം പോസിബിൾ ആണ്, അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് കുട്ടികൾക്ക് ആദ്യമേ കൗൺസിലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡ്രോപ്പ് ആവാനായിട്ടുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ശരി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരുടെ സ്റ്റഡി ഓ ക്ലോക്കിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്ത് ഓസ്ട്രേലിയൻ പഠനങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആലോചിക്കാവുന്നതാണ്. ഏതായാലും ഓസ്ട്രേലിയ എന്ന ഇക്കാലത്തെ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല ഡെസ്റ്റിനേഷൻ, അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ കാര്യങ്ങളെ ഷെയർ ചെയ്ത് നൽകുന്ന ശുഭലക്ഷ്മിയോട് പ്രത്യേകം നന്ദി. ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ പ്രത്യേകിച്ച് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്.
ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.